കടൽമച്ചാൻ ഒലീവിയുടെ മാമാപ്പണിക്കാരനാണോ? എടാ കടൽമച്ചാൻ, എനിക്ക് നാണോ മാനമില്ല ഈ പറയുമ്പോൾ ഒലീവിയുടെ പുറകെ നടക്കാൻ വേണ്ടി. കടൽമച്ചാന്റെ മാമാപ്പണി, കടൽമച്ചാൻ ഈ നാറിയ മാമാപ്പണി നിർത്തണം. ഇത് വൃത്തികെട്ട പരിപാടിയാണ്. കടൽമച്ചാൻ കാണിച്ചതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. പ്രിയപ്പെട്ടവരെ, സുഹൈലാണ്. ഒലീവിയാണ് ഇപ്പോൾ എല്ലായിടത്തും ട്രെൻഡിങ്. ഇപ്പോൾ ഒലീവിയയും കടൽമച്ചാനും തമ്മിലുള്ള പല ബന്ധങ്ങളുടെയും തെളിവുകളാണ് ഈ 2 ദിവസങ്ങൾ കൊണ്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ വിഷയത്തിൽ കടൽമച്ചാനെക്കാട്ടിലും ഈ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ഒരാളെ ഞങ്ങൾ പൊക്കി വണ്ടിക്കകത്തിരുത്തിയിട്ടുണ്ട്. ഈ കടൽമച്ചാൻ വിഷയത്തിൽ കടൽമച്ചാനും ഒലീവിയയും തമ്മിലുള്ള പ്രശ്നം സൂരജ് പാലക്കാരൻ വെളിയിൽ കൊണ്ടുവന്നതുപോലെ എന്തായാലും ഇന്നത്തോടുകൂടി ആ ഒലീവി എന്ന് പറയുന്ന കട പൂട്ടിയിരിക്കുകയാണ് അല്ലേ? പൂട്ടി, ഇന്നത്തോടുകൂടി പൂട്ടി. അവിടെ ചെന്നിട്ട് വരികയാണ്. അതിന്റെ അപ്ഡേറ്റ് എന്തായാലും ഉണ്ടാവും. അത് പൂട്ടി ഇനി ഒരിക്കലും ഉണ്ടാവത്തില്ല. ഈ ഒലീവിയയെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്തു എന്ന് പറയപ്പെടുന്ന, ഒലീവിയെ ഇത്രയും വളർത്തി ഒലീവിയെ വലിയ ബിസിനസ്സുകാരാക്കി മാറ്റിയ ഒരാൾ അനന്തു അല്ല. ആണോ? അല്ല, അനന്തു അല്ല. പക്ഷെ ഇതിന്റെ വീഡിയോ ഏറ്റവും ആദ്യം ഒലീവിയുടെ വിഷയം സമൂഹ മാധ്യമങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ചാണ് അനന്തു. അല്ല, അതുമല്ല. പിന്നെന്തോ അനന്തു ഇതുമായിട്ടുള്ള ബന്ധം? നമ്മള് ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു അല്ലേ? അതെ, ഒരു തവണ പോയിട്ടുണ്ടായിരുന്നു. വേറെ പറഞ്ഞാല് ഒരു തവണ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്ത് വിഷയങ്ങൾ നടന്നാലും നിങ്ങൾ ഇങ്ങോട്ട് വാ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം, ചർച്ച ചെയ്യാം, നമുക്ക് പരിഹരിക്കാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ഇട്ടിട്ട് നമ്മൾ അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു ഒലീവിയുടെ വീട്ടില്. അതെ, വലിയ വീട്ടിൽ. പക്ഷെ നമ്മൾ ആദ്യത്തെ തവണ ചെന്നപ്പോ ഇവര് എന്താ പറഞ്ഞത്, അവർക്ക് താല്പര്യമില്ല. നമ്മൾ ചെന്നപ്പോ അതിന്റെ ഓണർ മറ്റേ അച്ചു എന്ന് പറയുന്ന ആ ലേഡി അവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് താല്പര്യമില്ല വീഡിയോ എടുക്കാൻ വേണ്ടി. അപ്പൊ നമ്മള് കുറെ കാര്യങ്ങൾ പറഞ്ഞു. കാരണം 2 വർഷവും നമുക്ക് കേൾക്കണമല്ലോ. കാരണം ഒരു വർഷം കേട്ടോണ്ട് നമുക്ക് ഒരിക്കലും ഒരു വീഡിയോ ചെയ്യാൻ പറ്റില്ല. തീർച്ചയായിട്ടും. അപ്പൊ അവർക്ക് എന്താ പറയുക താല്പര്യമില്ലെന്ന് പറഞ്ഞു. പിന്നെ അതിനുശേഷം നമ്മൾ പിന്നെ അതിന്റെ പുറകെ അങ്ങനെ പോയില്ല. പിന്നെ ഒരുപാട് വിഷയങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. പിന്നെ ഇപ്പൊ റീസൺ ആയിട്ടുള്ള വിഷയം എന്ന് പറഞ്ഞാൽ കടൽമച്ചാന്റെ ഒരു പ്രശ്നമാണ്. കടൽമച്ചാൻ ഞാൻ ചോദിക്കുന്നത്, കടൽമച്ചാനും ഒലീവിയയും തമ്മിൽ എന്താണ് ബന്ധം? ആ വോയിസ് ക്ലിപ്പ് കേട്ടതിന്റെ പുറത്ത് എനിക്ക് തോന്നുന്നു എന്താ പറയുന്നത്, ഒലീവിയക്ക് വേണ്ടിയിട്ട് ഒരു കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കടൽമച്ചാൻ സൂര്യ പാലക്കാരൻ വിളിച്ചു. അങ്ങനല്ലേ തോന്നുന്നത്? അതെ, അതെ, തീർച്ചയായിട്ടും. ഒലീവിയയുടെ വിഷയത്തിൽ കോംപ്രമൈസ് ചെയ്യാൻ വേണ്ടി, ഒലീവിയ അത്യാവശ്യം സാമ്പത്തികമായിട്ട് മുന്നിൽ നിൽക്കുന്ന ആൾക്കാരാണ്. അവരുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങി, അവരുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ടാണ് കടൽമച്ചാൻ അങ്ങനെ ചെയ്തത് എന്നൊരു സംശയമില്ലേ? തീർച്ചയായിട്ടും. കാരണം വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത് അല്ലേ? നിങ്ങളുടെ ഏകദേശം പരിസരക്കാരായിട്ട് വരും ഒലീവിയ. അതെ, അതെ. നിങ്ങളെ ഏറെ കയറ്റുമല്ല ആയിട്ട് വരും. അപ്പൊ ഇതിന് ആദ്യം രണ്ടാമത്തോട്ട് അവർ വീട്ടിൽ ചെന്നപ്പോ അവരെങ്ങനെ പ്രതികരിച്ചേ? രണ്ടാമത് ഞങ്ങള് അവിടെ ചെന്നപ്പോഴത്തേന് അവർക്ക് രണ്ടാമത് പറഞ്ഞാൽ ഇന്ന് നമ്മള് ഇപ്പം ആദ്യം രണ്ടാമത് ഇന്നാണ് ചെല്ലുന്നത്. ഇന്ന് ഞങ്ങള് ആ ഒലീവിയ അവിടെ വീട്ടിൽ ചെന്നു. ആ വിഷ്വൽസ് എന്തായാലും ഇതിനകത്ത് കാണിക്കാം. അപ്പം അവിടെ ചെന്നപ്പോ ആ പുള്ളി പറഞ്ഞത് ഇവിടെ ഒന്നുമില്ല, എല്ലാം അവസാനിപ്പിച്ചു, ഇവിടുത്തെ എല്ലാം പൂട്ടിക്കെട്ടി, സ്റ്റാഫുകളെല്ലാം വീട്ടിലോട്ട് പറഞ്ഞു വിട്ടു. പക്ഷെ അവരുടെ ഷോപ്പ് മാത്രം ഓപ്പൺ ആയിരിക്കുന്നുണ്ട് അടൂര്. സൂരജ് പാലക്കാരൻ പ്രധാനമായിട്ട് ടൈറ്റിൽ എഴുതിയേക്കുന്ന ഒരു കാര്യമുണ്ട്, കടൽമച്ചാൻ ഒലീവിയുടെ മാമാപ്പണിക്കാരനാണോ? കടൽമച്ചാൻ ഒലീവിയയ്ക്ക് വേണ്ടി ഒലീവിയയ്ക്ക് വേണ്ടി ഒലിപ്പിക്കാൻ നടക്കുന്നവനാണോ? ഒലീവിയയ്ക്ക് വേണ്ടി കടൽമച്ചാൻ എന്ത് ചാരപ്പണിയാണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട്, എടാ കടൽമച്ചാൻ, എനിക്ക് നാണോ മാനമില്ല ഈ പറയുമ്പോൾ ഒലീവിയുടെ പുറകെ നടക്കാൻ വേണ്ടിട്ട്. ഇത് നമ്മൾ പറയാനല്ല, കമന്റ് ബോക്സിൽ ഒരുപാട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ്. കടൽമച്ചാന്റെ മാമാപ്പണി, കടൽമച്ചാൻ ഈ നാറിയ മാമാപ്പണി നിർത്തണം. ഇത് വൃത്തികെട്ട പരിപാടിയാണ്. കടൽമച്ചാൻ കാണിച്ചതിനോട് ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടൽമച്ചാന്റെ ഫോളോവേഴ്സ് തന്നെ വന്നിട്ട് കമന്റ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല കമന്റ് ബോക്സ് കൂട്ടി. കടൽമച്ചാൻ കമന്റ് ബോക്സ് കൂട്ടി. അപ്പോ ഇതിനകത്ത് കടൽമച്ചാൻ എങ്ങനെ വന്നു എന്നുള്ളതാണ്. ഈ വിഷയമായി ബന്ധപ്പെട്ട് കടൽമച്ചാൻ വീഡിയോ കേട്ടില്ല. നമ്മൾ കണ്ടില്ല കടൽമച്ചാൻ ഒലീവിയ അനുകൂലിച്ചും പ്രതികൂലിച്ചും കടൽമച്ചാൻ വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ ഒലീവിയ വിഷയത്തിൽ എങ്ങനെയാണ് കടൽമച്ചാൻ ഇടപെട്ടത്? അല്ല, എനിക്ക് തോന്നുന്നു ആ സൂരജ് പാലക്കാരനോട് സംസാരിക്കുന്ന വോയിസ് ക്ലിപ്പ് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുന്നു അറിയാം, വളരെ കൃത്യമായിട്ട് ഒരു കോംപ്രമൈസ് ലൈനിലേക്ക് വരാൻ വേണ്ടിട്ട് കടൽമച്ചാൻ വന്നു, ഒരു മീഡിയേറ്റർ ആയിട്ട്. അതെ, അത് ഈ പറയും പോലെ കരുനാഗപ്പള്ളിയിൽ അഴീക്കിലുള്ള കടൽമച്ചാൻ എങ്ങനെ അടൂരിലുള്ള ഒലീവിയ എന്ന സ്ഥാപനത്തിന്റെ ഒരു മീഡിയേറ്റർ ആയിട്ട് വന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ നമ്മൾ എന്തായാലും ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ നല്ല കിടിലൻ അപ്ഡേറ്റ് ഉടനെ വരും. അതെ, തീർച്ചയായിട്ടും. നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിരുന്നു. കിടിലൻ ഒരു അപ്ഡേറ്റ് എന്തായാലും തരാൻ വേണ്ടിയിട്ട് നാളെ കാണാം.